ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് യൂണിയനിലെ നൈറ്റ് മാർക്കറ്റിലാണ്. യൂണിയനിലെ നൈറ്റ് മാർക്കറ്റിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡഡ് ഡ്രസ്സുകൾ, വാച്ചുകൾ, ലാപ്ടോപ്പുകൾ, ബെഡ്ഷീറ്റ്, പെർഫ്യൂംസ്, ചെരുപ്പുകൾ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ് സാധനങ്ങളുടെ കോപ്പി കിട്ടുന്ന ഒരു മാർക്കറ്റ്. ഈ യൂണിയൻ നൈറ്റ് മാർക്കറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ബസ് സ്റ്റാൻഡ്, അതല്ലാന്നുണ്ടെങ്കിൽ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. അവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, അവിടെ 3 സെക്ഷനായിട്ടാണ് നൈറ്റ് മാർക്കറ്റ് വരുന്നത്. ഒരെണ്ണം യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും അതിൻ്റെ ബാക്കിലായിട്ടും, പിന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടും. ഇവിടെ നമ്മളിപ്പോൾ പോയത് ഫസ്റ്റ് നൈറ്റ് മാർക്കറ്റിലാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ലൈറ്റ്സുകൾ. ആ ലൈറ്റ്സ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കണം തന്നെ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ അവിടെ അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡ് കൗണ്ടേഴ്സ്. എന്താ പറയുക, അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. നോർത്ത് ഇന്ത്യൻ വേണോ, സൗത്ത് ഇന്ത്യൻ വേണോ, ചൈനീസ് വേണോ, തായ്ലൻഡ്സ് വേണോ, ഏത് ടൈപ്പിലുള്ള ഫുഡ്സും അവിടെ അവൈലബിളാണ്. ഐസ്ക്രീംസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും പല കാറ്റഗറിയിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് മാർക്കറ്റിൽ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റ് വിസിറ്റ്. അത്രയ്ക്കും സ്പെഷ്യൽ അവിടെ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കുറേ കണ്ട് നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ഫുഡ് കോർട്ടർ തീരണില്ല. ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സസോ അതല്ലെങ്കിൽ ചെരുപ്പോ ഞങ്ങൾക്ക് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളതുകൊണ്ട് അതാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പോയത്. ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചു. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം വാലന്റൈൻ സ്പെഷ്യലായിട്ട് ലവ് ചിഹ്നത്തിൻ്റെ രീതിയിൽ അവർ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അതിന് ചുറ്റും ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കണം, കപ്പിൾസ് വന്ന് ഫോട്ടോ എടുക്കണം. ലൈക്ക് അതൊരു അട്രാക്റ്റീവ് മൊമെൻറ്റ്സാണ്. പിന്നെ അതെ, മാളു സ്ഥിരം പരിപാടി. അവരുടെ കോസ്റ്റ്യൂംസ് അവിടെ നിന്ന് നോക്കണതായിട്ട്. മാളു മാത്രമല്ല കേട്ടോ, അവിടെ കുറേ തായ്ലൻഡ്സ് ആൾക്കാർ അവരൊക്കെയും പർച്ചേസ് ചെയ്യണുണ്ട്. പിന്നെ അതിവിടെ കാണാം ട്വലൈറ്റ് എന്നും പറഞ്ഞിട്ട് അവർ ലൈറ്റ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അടിപൊളിയാണ്. പിന്നെ അതിവിടെ നമുക്ക് ഇവിടെ കാണാം ഡ്രസ്സസ് കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കോപ്പി വേണോ അവിടെ അവൈലബിൾ ആവും. ഇപ്പം നമ്മൾ ഒരു അഡിഡാസിൻ്റെ ആയിക്കോട്ടെ, ലക്കോസ്റ്റയുടെ ആയിക്കോട്ടെ, നമ്മളൊരു ഒറിജിനൽ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമുക്ക് അത്ര സ്പെൻഡ് വരുന്നത് മിനിമം 400, 300 നമുക്ക് മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സെയിം ക്വാളിറ്റി, സെയിം മെറ്റീരിയൽ, ഫസ്റ്റ് കോപ്പി, ലൈക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അപാകത ഉണ്ടാവും. അപാകത മീൻസ് ചിലപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിലോ അതല്ലെങ്കിൽ ടാഗിലോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മെയിൻ ബ്രാൻഡുകൾ റിട്ടേൺ അയക്കണ സാധനങ്ങൾ ഇവർ നിസ്സാര റേറ്റിന് എടുത്തിട്ട് ഇവിടെ 30 രൂപ, 50 രൂപ, അവർ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് 50-60 റംസ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിച്ച് പേശി കഴിഞ്ഞ് അവർ 30-40 റംസിന് അവർ നമുക്ക് തരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സെക്കൻഡ് കോർട്ടിലേക്ക് പോയി, സെക്കൻഡ് സെക്ഷനിലേക്ക്. അവിടെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാം ഇതേമാതിരി തന്നെ ഫുഡ് കോർട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു, ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്തേക്കുന്നു. ആ ഡ്രസ്സസ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ചെറിയ ക്വാളിറ്റി മുതൽ 5 ദറംസ് മുതൽ 60-70 ദറംസ് വരെയുള്ള ഡ്രസ്സസും കോട്ടുകളും എല്ലാ ടൈപ്പ് സാധനങ്ങളും. കോട്ടുകൾ പറയാമെന്നുണ്ടെങ്കിൽ സാറയുടെ കോട്ടുണ്ട്, H&M ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകളുടെ ഉണ്ട്. അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ്. കാരണം ലേഡീസാണ് ഇവിടെ കൂടുതൽ, ഫിലിപ്പീനീസ് അങ്ങനെയുള്ളവർ. നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഡ്രസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. 10 ദറംസ് മുതൽ ടീഷർട്ടുകൾ, 10 ദറംസ് മുതൽ ലേഡീസിൻ്റെ ഡ്രസ്സസ്, 3 പീസ് എടുത്താൽ 100 ദറംസ്, അങ്ങനെയും പറഞ്ഞ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ എന്തായാലും അവിടെ പോയിരുന്ന് ജസ്റ്റ് ഒരു 1 ടൈം 2 ടൈം വിസിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഷൂകൾ നോക്കിയാൽ തന്നെ കാണാം 10 ദറംസ് ഉള്ളി എന്ന് പറഞ്ഞ്. അത് ഒരുപാട് ബ്രാൻഡ് ഷൂസിൻ്റെ കോപ്പീസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് വിൽക്കാനായിട്ട് മെയിൻലി തായ്ലൻഡ്സ്, ആഫ്രിക്കൻസ്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അവർ റെൻറ്റ് വിടുന്ന പരിപാടി, അങ്ങനെ ഒരുപാട് ഇവിടെ കാണാനുണ്ട്. പിന്നെ ആൻറ്റിക് സാധനങ്ങൾ, കോസ്മെറ്റിക് സാധനങ്ങൾ, പിന്നെ ചെരുപ്പുകൾ, അങ്ങനെ ഒരുപാട്. പിന്നെ എന്നാൽ പിന്നെ അടുത്ത കടയിൽ നോക്കിയാൽ കാണാം ഏത് ഐറ്റംസിനും 30 AD എന്ന് പറയും. അത് നമ്മൾ നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് 20 ദറംസിലേക്കും കിട്ടും കേട്ടോ. നല്ല അഡിഡാസിലേക്കും ഷൂ ഒറിജിനൽ പോലെ ഇരിക്കണതിൻ്റെ ഡ്യൂപ്ലി. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ പേഴ്സസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് യൂസ് ചെയ്യണ ഗുച്ചിയുടെ ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ, അതൊക്കെ നിസ്സാര റേറ്റുകൾ. പിന്നെ അതിവിടെ സ്റ്റിച്ച് ചെയ്യണ കടകൾ. ഇപ്പോൾ നമ്മളൊരു ഷർട്ട് എടുത്തിട്ട് ആ ഷർട്ടിനൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെയും അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്കവിടെ. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരുകൾ ഇത് വാങ്ങാനായിട്ട് ക്യൂ നിൽക്കണം. ലൈക്ക് ഒറിജിനൽ സാധനങ്ങളുടെ കോപ്പി റേറ്റ് കുറയുന്നു. ഇപ്പോൾ ഈ സമയത്താണ് നൈറ്റ് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ വന്നു നല്ല സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാരെ കണ്ണട നോക്കുകയാണെങ്കിൽ ലൈക്ക് ബർബറി, അതല്ല എന്നുണ്ടെങ്കിൽ
എന്താ പറയുക, പല പല ബ്രാൻഡുകളുടെ ഗ്ലാസസ്, ഡ്രസ്സുകൾ ഇതൊക്കെ കാണും. നമ്മൾ വിചാരിക്കും ഒറിജിനലായിരിക്കും, അവർ റിച്ച് ആയിരിക്കും. ബട്ട് ആക്ച്വലി അവർ ഇവിടെ നിന്നായിരിക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. കാരണം പകുതി കാശിന് സാധനം കിട്ടൂല, പകുതിയല്ല, പകുതിയുടെ പകുതിക്ക്. സോ ഈ ടൈമിൽ എന്തായാലും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ. കാരണം ഇതൊരു കിഡിലൻ ഓഫർ പോലെയാണ്. ഇനിയിപ്പോൾ അതേ നമ്മളിവിടെ ദുബായിൽ ഗ്രാൻഡ് ഫെസ്റ്റിവൽ വരാൻ പോകുന്നുണ്ട്. പിന്നെ പെർഫ്യൂംസ് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ പറയുന്ന ടൈമിൽ പെർഫ്യൂംസ് അവർ റെഡിയാക്കി തരും. അതും 10 dirhams നമുക്ക് സ്പെൻഡ് ആകത്തുള്ളൂ. ആളും ഓരോന്ന് പരീക്ഷിച്ചു കിട്ടും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.